നമസ്കാരം. തിരുവനന്തപുരം പത്മനാഭന്റെ മണ്ണിൽ ഒരു 125 വർഷം പഴക്കമുള്ള 20 സെന്റിലായിട്ട് നിൽക്കുന്ന ഒരു തറവാടാണ് നമുക്ക് വിൽപ്പനയിൽ. സിറ്റിയുടെ ഹൃദയഭാഗത്ത്, MC റോഡിന്റെ ഹൃദയഭാഗത്ത്, സിറ്റിയുടെ ഏത് ആംഗിളിൽ നിന്ന് 5 മിനിറ്റിൽ താഴെ എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു 125 വർഷമുള്ള ഒരു പഴയകാല തറവാടും പഴയകാല കുറേ സാധനങ്ങളുമായിട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞുപോയ അനേകായിരം ചെടികൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മളെല്ലാം ഔട്ട്സൈഡിലേക്ക് പറിച്ചെറിഞ്ഞ് കളഞ്ഞ കുറേയേറെ വൃക്ഷങ്ങൾ, അതൊക്കെ വീണ്ടും സിറ്റിയുടെ ഹൃദയഭാഗത്ത് വീണ്ടും കണ്ണിന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുളിർമ തോന്നിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെയിൽ പോസ്റ്റ് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടിയെടുക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇത്തരത്തിൽ ചെയ്യാൻ കാരണം. ഇതാ കണ്ടില്ലേ, ഏത് ചെടികളും വർഷങ്ങളായി നമ്മുടെ കണ്ണിൽ ഇപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന ചെടികളും പൂമ്പാറ്റകളുമായിട്ടുള്ള ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ. 20 സെന്റിലായിട്ട് 125 വർഷം പഴക്കമുള്ള അറയും തട്ടും പഴയകാല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏകദേശം പുരാതന അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിലൊക്കെ നമ്മുടെ മ്യൂസിയത്തിലൊക്കെ കാണുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ള കുറേയേറെ സാധനങ്ങളോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 20 സെന്റിലായിട്ട് ഏകദേശം ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്നും എനിക്കിപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും 3-4 ബെഡ്റൂം, ഏകദേശം തട്ട് നിര ഒക്കെ ഉള്ള ഒരു പഴയകാല തറവാട് ഈ കാണുന്നതാണ് നമുക്കത് വിൽപ്പനയ്ക്കുള്ളത്. 20 സെന്റിലായിട്ട് ഏകദേശം നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഏകദേശം ലോറി പോകുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് വണ്ടിയും അനായാസാനം നമുക്ക് ഇതിനകത്തേക്ക് വരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ച് കുഞ്ഞൻ കിളികളൊക്കെ ഉണ്ട്. അതിന് ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു കിളിക്കൂടൊക്കെ കൊടുത്തിട്ടുണ്ട്. മുറ്റമായാലും ശരി, ഇപ്പോഴത്തെ ഇൻ്റർലോക്കൊന്നോ ഇപ്പോഴത്തെ പുതിയ കാല ടെക്നോളജികളൊന്നും ഇതിനകത്തേക്ക് വന്നിട്ടില്ല. പഴയകാല മണ്ണ് ആയിട്ടുള്ള മുറ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പഴയകാലത്തെ കണ്ടില്ലേ, പിച്ചി, മുല്ല, അതുപോലെ പഴയകാല ചെടികളുടെ ഒരു കലവറ. അതായത് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കുറച്ചത് കണിക്കൊന്നയുണ്ട് നടുക്ക് സെൻറ്ററായിട്ടുള്ളത്. പഴയകാല കളിയിലെന്നാണ് ഇതിനൊക്കെ പറയുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള കളിയിലുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് ഏകദേശം നല്ല രീതിയിലേക്കുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ പഴയകാല ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ നമുക്ക് പഴയകാല ഓർമ്മകൾ, പഴയകാല സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പഴയ കാലത്തിലേക്ക് തിരിച്ച് കുറച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒന്നാം തരം ഭൂമി, അല്ലെങ്കിൽ ഒന്നാം തരം ഒരു സാധനം. ഇതിനെ നമുക്ക് ട്രഡീഷണൽ ടൈപ്പിലൊക്കെ സിറ്റിക്കുള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഇത്തരത്തിലുള്ള വീടുകൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള വീടുകൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം എന്തോ പറയാൻ, എനിക്ക് അതിനെ വീഡിയോ ചെയ്യണമെന്ന പല ആക്ടിവിറ്റീസിലേക്കൊക്കെ എൻ്റെ മനസ്സിങ്ങനെ വളരെ രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഔട്ട്സൈഡിലേക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാല്യുബിൾ പ്രോപ്പർട്ടികൾ, കൊച്ചൂർ പ്രോപ്പർട്ടീസ് എപ്പോഴും നിങ്ങളിലേക്ക് എത്താൻ കാരണമെന്ന് പറഞ്ഞാൽ നല്ല സ്ഥലങ്ങൾ, നല്ല പ്രോപ്പർട്ടികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിറ്റിക്കുള്ളിൽ ട്രഡീഷണൽ ടൈപ്പ്, ഞാൻ ഇതിന് മുമ്പൊക്കെ ട്രഡീഷണൽ ടൈപ്പ് എന്ന് പറയുന്ന വീഡിയോ കിട്ടതിലും അത് നമുക്ക് പൂർണ്ണമായും ട്രഡീഷണൽ ടൈപ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള, പക്ഷേ ഇതൊരു അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഏകദേശം 125 വർഷത്തോളമുള്ള തറവാട് എന്നുള്ള രീതിക്ക് നമുക്കൊരു പഴയ ഒരു കുടുംബ പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെയാണ് ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടി കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുവായാലും ധൈര്യമായിട്ട് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ, പഴയ വീടുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിനെ കുറിച്ചൊന്നും ഞാൻ സാധാരണ പറയുന്നില്ല, കാരണം എല്ലാ വീടുകളും പറയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇത് സാധാരണ പണ്ട് കാലത്ത് തച്ചടിസ്ഥാനത്തിൽ പണിയുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് പറയാനൊന്നും വലിയ ഞാൻ ആളായിട്ടില്ല. ഇത് നല്ല രീതിയിലുള്ള തട്ടും നിരയുമുള്ള വീടാണ്. പഴയകാല ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പണ്ടത്തെ കൺമറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കണ്ണിൽ കാണാത്ത ചെടികളുടെ കലവറയാണ് ഈ വീട്ടിലേക്ക് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ട്രഡീഷണൽ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ 4 സൈഡിലും ആവശ്യത്തിലേറെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഇതിലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. MC റോഡിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമാണ് അതിലേക്ക് ഡിസ്റ്റൻസ്. കേശവാസുപുരം MG റോഡിൽ നിന്നും ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് 7 മിനിറ്റിൽ താഴെ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ചോദിക്കുക. ഇത് പൊളിച്ചു കളയാം എന്നുള്ള രീതിയിലേക്കുള്ളവർ ദയവ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വരരുത്. കാരണം ഇതിൻ്റെ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി, ഈ വീട്ടിൽ നിന്ന് 1 രൂപ പോലും വില വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു വാല്യൂ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഇതൊരു ടച്ച്, അല്ലെങ്കിൽ ഇതൊരു രീതിയിലേക്ക് വാല്യൂ കൽപ്പിക്കുന്നവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി ഞാൻ പറയുന്നു. അത്തരക്കാർ മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്തരത്തിലുള്ള വീടുകളൊക്കെ സിറ്റി വളരെ അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിലോട്ട് എന്ത് പറയാൻ, മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോവുക എന്നത് നമ്മളെ പോലുള്ള ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെയും കൂടെ ആവശ്യകതയായി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീടുകൾ ഒരിക്കലും റിമൂവ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അകത്ത് കയറുമ്പോൾ തന്നെ പഴയ കാലത്തേക്കുള്ള കുറേ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ, തറവാട് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പഴയ കാലം സ്മരിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ഓർമ്മകൾ ഇതിനകത്ത് ഉണ്ട്.
അപ്പോൾ ഇതിനകത്ത് 3 ബെഡ്റൂമുകൾ, കിച്ചൺ, അതുപോലെ ഹാള് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിനും തന്നെ തട്ടുണ്ട്. ഇവിടെ നമുക്ക് തട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. കഴുക്കോലും ഓടുമാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം തട്ടെന്ന് പറയുന്നത്. ഇതിന് ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മോഡേൺ അല്ലാത്ത രീതിയിലൊക്കെ ട്രഡീഷണൽ ആയിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനുള്ള ധാരാളം അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. തറയെല്ലാം പഴയകാല സിമൻറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ടൈലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ രീതിയിലേക്കാണ് ഈ അകത്തൊടകളിലും എല്ലാ പോർഷൻസും ഇതുപോലെ തട്ടും നിരയും ഉള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് പഴയകാല അക്സസറീസ്, അതായത് നമുക്ക് പഴയകാലത്ത് ആട്ടുകല്ല്, അരകല്ല്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളിലൂടെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത്രത്തോളം പഴയതിൽ കുറച്ചുകൂടി വാചാലനാകുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ട്രഡീഷണൽ വീഡിയോ, എൻ്റെ വീടിൻ്റെ ഒരു ഫോട്ടോയും കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് തരുന്നതാണ്. ഞാൻ എൻ്റെ വീട് എങ്ങനെയാണോ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്, അത്തരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇത് ആ രീതിയിലേക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ കൊച്ചുപുൽ പ്രോപ്പർട്ടി ഇത്തരത്തിലുള്ള വീടുകൾ പൊളിച്ചു മാറ്റി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതാവുന്ന സഹായം എന്ന് പറയുന്നത്, നമുക്ക് ട്രഡീഷണൽ ടൈപ്പ് നിങ്ങൾ പറയുന്ന മോഡലിൽ ഈ വീട് ചെയ്തു തരാനുള്ള ഒരു കൺസ്ട്രക്ഷൻ ടീം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ടീം നമുക്കുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി, അതായത് പഴയകാല വീടുകൾ നമുക്ക് ട്രഡീഷണൽ ടൈപ്പ് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയും രീതിയിലും തട്ടും നിറയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും വിഷ്വലേഷൻ കൊടുക്കുന്നില്ല, കാരണം ധാരാളം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. കുറച്ച് പഴയകാല സാധനങ്ങളായതുകൊണ്ട് തന്നെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ കാണിക്കുന്നില്ല. ഞാൻ ആ ഫസ്റ്റ് ബെഡ്റൂം കാണിച്ച രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ബെഡ്റൂമുകളും വരുന്നത്. തുളസി, അതുപോലെ തന്നെ പഴയകാല ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ഒരുപാട് ചെടികൾ, സ്പേഷ്യസ് ആയിട്ടുള്ള ചെടികൾ കാണാൻ പറ്റും. നമുക്ക് ഒരു കാലഘട്ടത്തിലും കാണാൻ കഴിയാത്ത, ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയാത്ത, എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു വലിയ ഒരു സംഭവമാണ് ഞാനിവിടെ കണ്ടത്. ഈ ഉരൾ. ഇന്ന് ഈ സിറ്റിക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടൈപ്സ് ആയിട്ടുള്ള ട്രഡീഷണൽ ടൈപ്സ് ഒക്കെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് വളരെയേറെ സംശയമാണ്. എന്തായാലും ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കണ്ടോ, പണ്ട് കാലത്തെ ആട്ടുകല്ല് എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ അതാ കണ്ടോ, ഇവർ സ്റ്റെപ്പൊക്കെ കൊടുത്ത്. ഇന്നൊക്കെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, പാലസുകളിൽ മാത്രം, പണ്ട് കാലത്തെ കൊട്ടാരങ്ങളിലെ പുരാവസ്തു വകുപ്പിലൊക്കെയാണ് പ്രോപ്പർട്ടികൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് സിറ്റിക്ക്, അത് നമ്മുടെ ഹൃദയഭാഗത്ത് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇത്ര ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് ഞാൻ ഫ്രീ ആയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്തു തരുന്നതാണ്. ഏത് രീതിയിലും അതിൽ നമുക്കൊരു ബിസിനസ് അല്ല ഇതിനകത്ത് നോക്കുന്നത്. ഇത്തരത്തിലുള്ള പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വീഡിയോ കാണുക. അത്തരക്കാർ മാത്രം ഇതിനൊരു വില പറയുക. അവർക്ക് നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ഈ വീഡിയോ കൊടുക്കുന്നതാണ്. ഇതിനെ നല്ല രീതിയിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു 100 വർഷം അടുത്ത് വരുന്ന തലമുറകളും ഇത് കാണാനും ഇതുപോലെയുള്ള എന്താ പറയുക വീടുകൾ അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാനും സാധിച്ച് വരുന്ന രീതിയിലേക്ക് യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എൻ്റെയും ഒരു ഉത്തരവാദിത്വം. സാധാരണ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ സാധാരണ വീഡിയോ ഉൾപ്പെടുത്താറില്ല. ഇതൊരു പഴയ വീടായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇത് കാണണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അത് ഏത് രീതിയിലേക്ക് ഇപ്പോൾ ഇത് റിനോവേഷൻ ചെയ്യാനൊക്കെ ഉള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ സൈഡിലെ പോർഷൻസും ഞാൻ വീഡിയോ കവർ ചെയ്യുന്നത്. ക്ഷമയോടുകൂടി നിങ്ങൾ കണ്ടിരിക്കുക. ഇതൊരിക്കലും നിങ്ങൾക്ക് കാണുന്ന ടൈം വേസ്റ്റ് ആവില്ല. ഈ സൈഡ് കണ്ടോ, ഈ സൈഡിലേക്ക് വരുന്നത് ഈ രീതിയിലേക്കാണ്. ധാരാളം മരങ്ങളുണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള. ഇവിടെ ഇത്രയും സ്പേഷ്യസ് ഉണ്ട്. നമുക്ക് ഈ സൈഡിലും ഒരു റോഡ് വരുന്നുണ്ട്, അത് പ്രൈവറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആക്സസ് ഇല്ല. എന്നാലും ആ സൈഡിലേക്ക് റോഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിൽ നിന്നും വാഹന സൗകര്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ സൈഡിൽ ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിലാണ് വരുന്നത്. ഇതാ ഈ സൈഡിലേക്കാണ് വരുന്നത്. പണ്ടത്തെ ഒരു തിട്ടയൊക്കെ കൊടുത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ്. അത് നമുക്കറിയാമല്ലോ, പഴയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലാൻ കാണും. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ആംഗിളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റു സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്കാണ് വരുന്നത്. അവിടെയും ഈ ചുമരൊക്കെ ഈ രീതിയിലേക്കാണ്. പണ്ടത്തെ കുമ്മായക്കെട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കി ഈ സൈഡിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. പഴയ TV-യുടെ ആൻറ്റിനയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ട, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാനില്ല. ഉള്ളതെല്ലാം ആക്രിക്കാരൊക്കെ നമ്മളെ പണ്ടേ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. ഈ കളിയിലെന്ന് പറയുന്ന ടൈപ്പ് ഇങ്ങനെയാണ്.
ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം ഈ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനിയും കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതും ഓൾമോസ്റ്റ് നല്ല ലെവൽ പ്ലോട്ട് തന്നെയാണ്. നമുക്കതിലും കൂടുതൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതല്ലേ അവിടെയും നല്ല രീതിയിലേക്കുള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഏകദേശം 20 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ മണ്ണന്തല നാലാഞ്ചിറ ഏരിയയിലാണ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. MC റോഡിൽ നിന്നും വെറും 200 അല്ലെങ്കിൽ 400 മീറ്ററാണ് ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 20 സെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞു. 125 എബോ ആണ് ഇതിൻ്റെ വർഷം പഴക്കമുള്ളത്. എനിക്ക് ദയവായി നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഈ വീട് പൊളിച്ച് കളഞ്ഞിട്ടൊരു വീട് പണിയാനെന്നുള്ളവർ അധികം നോക്കാതിരിക്കുക. ഇതൊരു ബിസിനസ്സായി കണ്ട് മാത്രമല്ല ചെയ്യുന്നത്. ഇതിനെ ഒരു ട്രഡീഷണൽ ടൈപ്പിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക. അത്തരക്കാർക്ക് എന്തായാലും ഈ വീട് നല്ലൊരു നെഗോഷിയേറ്റ് ചെയ്തുള്ള എമൗണ്ടിൽ കൊടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വിലയ്ക്കൊന്നും ഇത്തരത്തിൽ 20 സെൻറ്റ് സ്ഥലം നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ബമ്പർ ലോട്ടറി എന്ന് തന്നെ ഞാൻ പറയും. ഏകദേശം ഇതിനകത്ത് നമ്മൾ അകത്തെ റൂംസുകൾ കാണിക്കാത്ത ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് കുറച്ച് പഴയകാല സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പോർഷനും കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ശ്രമിക്കുക. ബൈ.